നമുക്ക് 4 ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. നമ്മുടെ അഡ്വാൻറ്റേജസ് ആണ് ഞാൻ പറഞ്ഞത്. അതിൽ 2 ഗവൺമെന്റ് കൺട്രോൾഡ് എയർപോർട്ട്സ് ആണ്, കൊച്ചിയും ഇതും. ഞാൻ ഈ ഏവിയേഷൻ എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ഷോക്കാവുന്ന എവിടെയെന്നറിയാം. നമ്മളിത് അന്വേഷിച്ചു പോകുമ്പോൾ ഈ എല്ലാ രംഗത്തും ലോകത്ത് നമ്മുടെ മലയാളികൾ, ഈ എക്സ്പേർട്സ് ആയിട്ടുള്ള മലയാളികളുടെ ഓരോ ഫീൽഡിലും അവർ ഓരോ രാജ്യത്തും ഓരോ കാര്യം ചെയ്തിട്ട് അവിടുത്തെ റൂളേഴ്സിന്റെ വരെ അപ്രീസിയേഷൻ മേടിച്ച് നിൽക്കുന്ന ആളുകളാണ് ഉള്ളത്. അവരെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. കുറെ പേരെയും കൂടെ തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചിവിടെ കൊണ്ടുവന്ന് വളരെ മാന്യമായി ഇവിടെ നമുക്ക് അവരെ കൈകാര്യം ചെയ്യണം. അപ്പൊ നമുക്ക് ഏവിയേഷൻ പ്രോജക്ട് 27 ഏവിയേഷൻ പ്രോജക്റ്റ് ഉണ്ട്. ലോകത്തെ എയർലൈൻ കമ്പനികളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നം സ്കേഴ്സിറ്റി ഓഫ് പൈലറ്റ്സ് ആണ്, അല്ലേ? പൈലറ്റ്സ് ഇല്ല. പൈലറ്റ് ട്രെയിനിങ് കോളേജ് തുടങ്ങാം, ഏവിയേഷൻ ക്രൂ തുടങ്ങാം. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇരിക്കുന്നു കർണാടകത്തിലെ കർണാടക എയർപോർട്ട്, ബാംഗ്ലൂർ എയർപോർട്ട്, എന്താ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന എയർപോർട്ടാണെന്ന് അറിയാം. ഞാൻ ആ എയർപോർട്ട് MD ഹരി മാരാരോട് ഞാൻ ഇന്റർവ്യൂ ചെയ്തു. കർണാടക DGPയിലേക്ക് 4 to 5% GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എയർപോർട്ടാണത്. ബാംഗ്ലൂർ എയർപോർട്ട്, ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മുടെ ഈ എയർപോർട്ടുകളെ നമ്മുടെ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിൽ പ്ലെയിൻ പറത്തൽ മാത്രമല്ല ബാക്കിയുള്ള ഏവിയേഷൻ കണക്റ്റഡ് ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. എല്ലാം പ്രൈവറ്റ്, നോ ഗവൺമെന്റ്. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും, ഗവൺമെന്റ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യും. നമുക്ക് ചെയ്യാം ഈസി ആയിട്ട്.